വിശ്വനാഥൻ അമ്മാളുവിന്റെ കുഞ്ഞിന്റെ മരണത്തിന് പിന്നിലില്ല എന്ന് സുധിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ജയന്തി. ചെവളയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആംബ്രോസിനെ പുറത്താക്കുന്ന ചെവള. കുഞ്ഞിന്റെ പേരിൽ നിരഞ്ജനയും വിശ്വനാഥനും തമ്മിൽ വാക്കുതർക്കം. നിരഞ്ജനയ്ക്കും വിശ്വനാഥനുമിടയിൽ വീർപ്പുമുട്ടുന്ന ജയന്തി. ചെവളയെ പുറത്താക്കണമെന്ന് കാർത്തിയായനോട് പറയുന്ന ആംബ്രോസ്. തന്റെ കൂടെ നിൽക്കാൻ ചന്ദ്രികയെ പ്രേരിപ്പിക്കുന്ന ചെവള. ചെവളയുടെ ശല്യം മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ചന്ദ്രിക. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തന്നോടൊപ്പം വരണമെന്ന് അമ്മാളുവിനോട് ആവശ്യപ്പെടുന്ന നിരഞ്ജന. ചെവള അർച്ചനയ്ക്കൊപ്പമാണെന്ന് രാജപ്പൻ അറിയുന്നു. നിരഞ്ജനയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഫൈസിയോട് പറയുന്ന വിശ്വനാഥൻ. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത അമ്മാളുവിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന നിരഞ്ജന. അമ്മാളുവിനെ കുറിച്ചുള്ള ഫൈസിയുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സുധി. ഫൈസിയുടെയും വിശ്വനാഥന്റെയും കണ്ണുവെട്ടിച്ച് അമ്മാളുവിനെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്ന നിരഞ്ജന. ചെവളയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വീട് വിട്ടു പോകണമെന്ന് ചന്ദ്രിക പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരും. നീ കൊണ്ടുവന്ന് വിട്ട പെണ്ണിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നീ വന്ന് കൂട്ടിക്കൊണ്ട്. രാത്രി മഴ തുടരുന്നു. നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്ത് ധൈര്യത്തിൽ ഞാനിവിടെ നിൽക്കും? ഞാനിനി എങ്ങോട്ട് പോകും ചേച്ചി? നീ അത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയാനാ? ദേ, നിങ്ങൾ പോയി ബാഗൊക്കെ എടുത്തു വെച്ച ചെല്ല്. നിന്നെ വേണമെങ്കിൽ കാർത്തിയായന് വരും. സമയം ഇപ്പൊ തന്നെ 10 കഴിഞ്ഞു. ഇനി അവൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി ഒരു സഹായം ചെയ്തു തന്നിട്ട് പോണം. ഹിമ ഡോക്ടറെ വിളിക്കാൻ ഫോണൊന്ന് തരണം. എന്നെ അയാൾക്ക് കൊടുത്തിട്ട് ചേച്ചി പോലെ. ചന്ദ്രികേ, ചന്ദ്രികേ, ഞാനിവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. നിന്നെ പേടിച്ചിട്ടൊന്നും അടിയാൻ പോകുന്നേ. ഇവിടെ ഓർത്താ അർച്ചന സങ്കടപ്പെടുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവൾക്കൊരു വിഷമം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത്. നീ സന്തോഷത്തോടെ ഇരിക്കണം. അതിൽ കവിഞ്ഞൊന്നും എനിക്കില്ല. പിന്നെ സ്നേഹം കാണിക്കാനൊന്നും എനിക്കറിയില്ല. അത് നീ മനസ്സിലാക്കണം. നിന്റെ പ്രസവം കഴിയുമ്പോൾ ഞാൻ വരാം. കേട്ടോടി? കേട്ടു. ഇനി നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ നിന്നെ ബാക്കി വെച്ചേക്കില്ല ഞാൻ. അത്ര പെട്ടെന്നൊന്നും നിന്നെ ഞാൻ മറക്കില്ലടി. നീ അത് ഓർത്ത് വെച്ചോ. ശരി, കാണോടി. അങ്ങോട്ട് തിരിച്ചിട്. ഞാനിപ്പോ വരാട്ടോ. ആ, നീ വന്നത് നന്നായി. ഞാൻ പോവാടി. അർച്ചനയുടെ പ്രസവം കഴിയുമ്പോൾ നീ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ വരാം. അല്ല, നീ അവളുമായിട്ടേ പോത്തുള്ളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഒറ്റയ്ക്ക് പോന്നേ? അർച്ചനെ ഓർത്തിട്ടാടി. ഞാനിവിടെ നിൽക്കുന്ന ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല. കുത്തുവാക്ക് പറഞ്ഞ് അവൾ അർച്ചനെ വേദനിപ്പിക്കുക. എപ്പോഴും കരച്ചിലും പിടിച്ചിലും ആ പെണ്ണ്. എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതല്ലെങ്കിലും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെ. പ്രസവം വരെ അവൾക്ക് ഇത്തിരി മനസമാധാനം കിട്ടിട്ടെ ഞാൻ കരുതി. അത് നല്ലതാ. പ്രസവം കഴിയുന്നതിന് വരെ അവള് സമാധാനത്തോടെ ഇവിടെ നിൽക്കട്ടെ. എനിക്ക് വിശ്വസിച്ച് പോകാവൂടി. നീ ഓടിപ്പാഞ്ഞു വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു. വന്നതുകൊണ്ട് ദോഷമല്ലാതെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. നിനക്കെന്നെ വിശ്വാസമില്ല. ഞാൻ നിന്നെ വെട്ടി അവളെ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുള്ള പേടിയല്ലേ നിനക്ക്? സത്യമായിട്ടും അത് തന്നെയാ. അവളെ കണ്ടിട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല. രാഘവ, ആദ്യം നീ എന്നെ വിശ്വസിക്കും. നീ എന്നോട് എങ്ങനെ പെരുമാറിയാലും ഞാൻ നിന്നെ പറഞ്ഞു പറ്റിക്കത്തില്ല. അവളെ തരാമെന്ന് പറഞ്ഞാൽ തരും. നിന്നെ ചതിച്ചിട്ടേ ഈ നാട്ടിലെന്നല്ല ഒരിടത്തും താമസിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നീ ഇപ്പൊ ധൈര്യമായിട്ട് പോ. ഇനി ഞാൻ വിളിക്കുന്നതിന് മുമ്പ് നീ ഇങ്ങോട്ട് വന്നേക്കരുത്. നീ വിളിച്ചിട്ടേ ഞാൻ വരൂ. ആ, എന്നാ പെണ്ണിന്റെ പ്രസവത്തിന് കൊണ്ടുവന്ന കാശ് ഒടുങ്ങി തന്നിട്ട് പോ. എന്തായാലും ചെലവാക്കാൻ വന്നതല്ലയോ നീ? തരാവടി. ആ, എടുക്ക.
നീ എണ്ണാനൊന്നും നിൽക്കണ്ട. ആ പെണ്ണ് കണ്ടോണ്ട് വന്ന പ്രശ്നമാവും. പിന്നെ ഇതൊരു 50,000 മേലെ വരും. അത്രയും ചെലവൊക്കെ ആശുപത്രിയിലാകും. പിന്നെ ഇതൊന്നും നീ എനിക്കുള്ള കണക്കിൽപ്പെടുത്തരുത്. പിന്നെ ഞാൻ വന്ന ഓട്ടോയാ, നീ അതേ കയറി പൊയ്ക്കൂ. ദേ, ഞാൻ നിന്നെ വിശ്വസിച്ച് പോവാ. ഓ, പിന്നെ അത് തന്നെ പറയുക. നീ സന്തോഷത്തോടെ ചെല്ലേ. അടുത്ത വരവിന് അവളെ കൂടെ കൊണ്ടുപോകാനുള്ളതല്ലേ. നീ വാ വാ. ദാ, നീ ഇവനെ കൂടെ ജംഗ്ഷനിൽ വിട്ടേക്കണേ കേട്ടോ. ദാ വരുന്നു. അവൻ പോയി. ഇനി നിനക്ക് സമാധാനമായല്ലോ. ശവളെ ഞാൻ വന്ന ഓട്ടോയിൽ തന്നെ കയറ്റിവിട്ടു. അയാൾ പോയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ പിന്നെ കയറി വരും. ഇനി അവൻ ഈ വീടിന്റെ പടി കയറത്തില്ല. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ? ഇന്നലെ രാത്രി ഞാൻ അവനെ ഫോണിൽ വിളിച്ചു. കുറേ കാര്യം സംസാരിച്ചു. നിന്റേത് സുഖപ്രസവമല്ല, സിസേറിനാന്ന് പറഞ്ഞു. കുറഞ്ഞത് 2 മാസമെങ്കിലും റെസ്റ്റ് എടുക്കണമെന്നും അതുവരെ നീ ഇവിടെ കിടക്കാൻ പ്ലാൻ ഉണ്ടോന്നും ചോദിച്ചു. അവൻ കരുതിയത് പ്രസവം കഴിഞ്ഞ ഉടനെ നിന്നെ അങ്ങ് കൊണ്ടുപോകാമെന്ന. അത് മനസ്സിലാക്കി അവൻ പോയത്. അയാൾ തിരിച്ചു വന്നാ ഇനി നിന്നെ വിളിച്ചു പറയാനൊന്നും ഞാൻ നിൽക്കില്ല. ഞാൻ പിള്ളേര് പോവും. നീ ഇവളെ കൊണ്ടുപോകാൻ നോക്ക്. എടി ചന്ദ്രി, അവിടെ നിൽക്കേ. അതെ, കുറച്ച് കാശ് കൊടുത്ത് അവളെ ഒന്ന് മയപ്പെടുത്തിയിട്ട് വരാം. നീ പേടിക്കണ്ട, അവൻ ഇനി ഇങ്ങോട്ട് വരില്ല. പ്രസ് ക്ലബിന്റെ പരിസരത്ത് നമ്മുടെ ആളുകൾ ഉണ്ടാവണം. 2 പേര് വിശ്വനാഥ് സാറിന്റെ വീട്ടിൽ ഡ്യൂട്ടിക്ക് നിൽക്കട്ടെ. ഞാൻ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. ആ ശരി, ഞാൻ വിളിക്കാം. അവള് വീട്ടിൽ തന്നെയുണ്ട്. ആ വിവരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. വീട്ടിലിരുന്നും അവൾക്ക് പലതും ചെയ്യാനാവും. ഉടനെ നിരഞ്ജന ഒന്നും ചെയ്യില്ലെന്ന സംസാരത്തിൽ എനിക്ക് മനസ്സിലായത്. അത് നിന്നെ തെറ്റിദ്ധരിപ്പിക്കാനാ. ഏത് നിമിഷവും ആ വാർത്ത കാതിലെത്തും. അന്വേഷണം നടക്കുന്നില്ലേ? വിശ്വനാഥൻ സാറിന്റെ കീഴിലാ കാര്യങ്ങൾ നീങ്ങുന്നത്. CI ഹേമേന്ദ്രനെയാ അതിനായി നിയോഗിച്ചിരിക്കുന്നത്. ഈ സിറ്റിയിൽ തന്നെ അമ്മാള് ഉണ്ടെന്ന് ഉറപ്പാണ്. അവൾക്ക് വിശ്വാസമുള്ളതും പോലീസിന് ചെന്നെത്താൻ കഴിയാത്തതുമായ ഒരു സ്ഥലം. നിരഞ്ജനയ്ക്ക് അവളെ കൊണ്ടുചെന്ന് പാർപ്പിക്കാൻ പറ്റിയ സ്ഥലം ഏതായിരിക്കും? നീയൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കൊരു രൂപം കിട്ടുന്നില്ല ഫൈസി. അവളെക്കുറിച്ച് നിന്നേക്കാൾ കൂടുതൽ അറിയുന്ന വേറെ ആരാ ഉള്ളത്? നിന്നെ ഡിപ്പെൻഡ് ചെയ്യാനാ വിശ്വനാഥൻ സാർ എന്നോട് പറഞ്ഞത്. അമ്മാളുവിനെ ഹോസ്റ്റലിലൊന്നും താമസിപ്പിക്കാൻ പറ്റില്ല. പ്രസവരക്ഷ കിട്ടേണ്ട സമയമായത്. ഒരു കാര്യം തീർച്ചയാ, അവൾ നിരഞ്ജനയ്ക്ക് വേണ്ടപ്പെട്ട ആരുടെയോ വീട്ടിലുണ്ട്. അതാരാണെന്ന് അറിയേണ്ടത്. സോഷ്യൽ ആക്ടിവിറ്റീസ് അവൾക്കുള്ളത് ഫൈസിക്ക് അറിയാലോ. 2-3 സംഘടനകളുടെ ലീഗൽ അഡ്വൈസർ അവളാ. അതിലാരുടെങ്കിലും വീട്ടിലായിക്കൂടെ? അങ്ങനെ ഒരു മണ്ടത്തരം അവൾ കാണിക്കില്ല. പോലീസ് കൃത്യമായിട്ട് അവിടെ ചെന്നെത്തുമെന്ന് അവക്കറിയാം. കുറെ പാവപ്പെട്ട സ്ത്രീകളുടെ കേസുകൾ അവൾ ഫീസ് വാങ്ങാതെ ബാധിക്കുന്നുണ്ട്. യെസ്, ആ വഴിക്കാ നമ്മൾ ചിന്തിക്കേണ്ടത്. ചേരിയിലോ കോളനിയിലോ ഉള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ അമ്മാൾ ഉണ്ടാവും. മേരിയമ്മ എന്നൊരു സ്ത്രീ ഇടയ്ക്കിടെ അവളെ കാണാൻ വരാറുണ്ട്. ഫീസ് വാങ്ങാതെ അവരുടെ ഒരു കേസ് വാദിക്കുന്നത് നിരഞ്ജനയാ. വലിയ സാമർത്ഥ്യമുള്ള സ്ത്രീയാ അവര്. എന്ത് ജോലി അവർക്ക്? മീൻകച്ചവടവാ. വീടെവിടാന്ന് എനിക്കറിയില്ല. കടപ്പുറത്ത് എവിടെയോ ആണ്. മേരിയമ്മ. നിരഞ്ജനെ പിന്തിരിപ്പിക്കാൻ ഇനി അതിന് മാത്രമേ കഴിയൂ. അപ്പൊ ഞാനൊരു കുഞ്ഞിനെ തേടി ഇറങ്ങണമെന്നാണോ? എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത് ഒരു കുഞ്ഞിൽ തീരാവുന്നതേ ഉള്ളൂ നിരഞ്ജനയുടെ പ്രശ്നമെന്നാ. എനിക്കറിയാമായിരുന്നു ഒടുവിൽ ഇത് തന്നെ സംഭവിക്കുമെന്ന്. ഫൈസിക്കൊരു വീഴ്ച പറ്റിപ്പോയി. അല്ലെങ്കിൽ ആ പെണ്ണ് അവളുടെ കയ്യിൽ ചെന്ന് പെടില്ലായിരുന്നു. അല്ല, വർമ്മ സാർ എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല, അയാൾ മുംബൈയില്ല. ഏതെങ്കിലും ഓർഫനേജിൽ നിന്നൊരു കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ പരീക്ഷണം മറികടക്കായിരുന്നു. അല്ല, അവള് ഗർഭിണിയാണെന്ന് എല്ലാരോടും പറഞ്ഞു പോയില്ലേ? ആൾക്കാരുടെ മുന്നിൽ അവൾക്ക് പിടിച്ചു നിന്നല്ലേ പറ്റൂ. അതാണോ അവളുടെ ലക്ഷ്യം? ജയന്ത് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു കുഞ്ഞിനെയല്ല അവൾക്ക് വേണ്ടതെന്ന് അപ്പ മനസ്സിലാവും. 6 മാസം പ്രഗ്നന്റ് ആണെന്നല്ലേ അവള് പ്രചരിപ്പിച്ചിരിക്കുന്നത്.
അതെ. ജയന്തി പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ കണ്ടെത്താൻ ഇനി 4 മാസം കൂടിയില്ലേ? അവനോളം എന്തുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല? അതിനു പകരം ആ പെണ്ണിനെ മീഡിയക്കാരുടെ മുന്നിൽ എത്തിച്ച് പകവീട്ടാനല്ലേ അവരുടെ ശ്രമം. ഈ വെല്ലുവിളി വർമ്മയോടല്ല, എന്നോടാ. ഒരു കുടുംബം നേരെ കൊണ്ടുപോകേണ്ടവളാ വെല്ലുവിളിയുമായി വന്നിരിക്കുന്നത്. സുധിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. സുധിക്ക് എന്നോട് പകയുണ്ട്. പക്ഷേ എന്തിന് നിരഞ്ജനെ അവന് വഴിപെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. കീ കൊടുത്ത് പ്രവർത്തിക്കുന്ന പാവയൊന്നും അല്ല അവള്. ഒരു റിമോട്ട് വെച്ച് സുധിക്ക് അവളെ നിയന്ത്രിക്കാനും കഴിയില്ല. നിരഞ്ജനയുടെ സമ്മതമില്ലാതെ അവൾ പ്രഗ്നന്റ് ആണെന്ന് പ്രഖ്യാപിക്കാൻ സുധിക്ക് കഴിയും. എന്തുകൊണ്ട് സുധിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവൾ തയ്യാറായില്ല? ജയന്തി ഒന്ന് ആലോചിച്ച് നോക്ക്. അവന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അവളൊരു വാക്കെങ്കിലും ജയന്തിയോട് പറഞ്ഞിട്ടുണ്ടോ? വേഷം കെട്ടി മറ്റൊരു കുഞ്ഞിനെ കൈ കേൾക്കുന്നതിന് പകരം ഭർത്താവിനെ ചികിത്സിക്കാനല്ലേ അവൾ നോക്കേണ്ടത്? സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ആഗ്രഹം അവൾക്കുണ്ടെങ്കിൽ ഇതിന് ശ്രമിക്കൂ. വിവാഹം കഴിഞ്ഞ് വർഷം ഒന്നും ആയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കാത്ത മറ്റൊരു മുഖം അവൾക്കുണ്ട്. വിശ്വട്ടം വെറുതെ ഓരോന്ന് പറയരുത്. സുധിയോടുള്ള ഇഷ്ടം കൊണ്ട് അവൾ അതിനൊക്കെ തയ്യാറായത്. അവനെന്ന് വെച്ചാ അവക്ക് ഭ്രാന്താ. ഞാനത് വിശ്വസിക്കില്ല. ഓര് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവളുടെ ഉള്ളിലിരിപ്പ് എന്താണെങ്കിലും അത് ഞാൻ കണ്ടുപിടിക്കും ജയന്തി. ഇതെഴുതണം കേട്ടോ. ഇപ്പോഴാ ഒരു സ്വസ്ഥത കിട്ടിയത്. കുറച്ചു ദിവസമായിട്ട് തലയ്ക്കൊരു ഭ്രാന്തായിരുന്നു. ഇടി മഴ കഴിഞ്ഞ പോലെയുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഹോ, ഇങ്ങനെയുണ്ട് മനുഷ്യര്. മാമ ഇനി വരൂ അമ്മേ? മിണ്ടിപ്പോരുത്. മാമൻ കാലൻ അയാള്. ഇനി അയാൾ വന്നാ ഞാനും പിള്ളേരും അപ്പം ഇറങ്ങും. പഠിത്തം മതി, വന്ന് ചോറ് കഴിക്കും. അയ്യോ, എന്താ ചേച്ചി? വയ്യ മോളെ. അമ്മേ, ഒന്നിങ്ങ വന്നേ. അമ്മേ, എന്താ അർച്ചനെ? ഒരു വല്ലായ്മ തോന്നുന്നു ചേച്ചി. നാളെയല്ലേ ഹോസ്പിറ്റലിൽ പോകേണ്ടത്? ഞാൻ കാർത്തിയാനെ വിളിക്കാം. ഡേറ്റ് ആയ കാര്യം ചേച്ചിയോടൊന്ന് പറയണേ. പറയാം. നീ എഴുന്നേറ്റ് വാ. വാ, പതുക്കെ. സാരമില്ല. വാ. അച്ഛനെ വിളിച്ചോടി. ഫോൺ എടുത്തിട്ട് വേണ്ടേ? റിങ് ചെയ്ത് നിന്നു. അച്ഛൻ SP കാണാനൊന്നും പോയില്ല. ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസമായി? അച്ഛൻ അതിനുള്ള ധൈര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കണക്കിന് വാക്കു മാറ്റി പറഞ്ഞിട്ട് അയാളുടെ മുമ്പിൽ ചെന്ന് എങ്ങനെ നിൽക്കും? അയാൾ വല്ല കേസിലും പെടുത്തി അകത്തിട്ടെന്നും വരും. ആ പേടി മനസ്സിലുണ്ട്. കാശ് ചോദിച്ചിട്ട് മടക്കി കൊടുക്കാതിരിക്കാനുള്ള അടവാണെന്നേ അയാൾ കരുതും. അച്ഛൻ പറയുന്നത് കള്ളമാണെന്ന് തോന്നിയാലും ഇങ്ങനൊരു വാർത്ത കേട്ടാ SP മിണ്ടാതിരിക്കോ? അച്ഛനെ തടഞ്ഞു വെച്ചിട്ട് അയാൾ അന്വേഷിച്ചിറങ്ങും. അതിനിടെ കാർത്തിയാനെ അച്ചുവെച്ച് സ്ഥലം മാറ്റിയ അച്ഛൻ പെട്ടത് തന്നെ. കാർത്തിയാനെ ഒളിവിപ്പോയ പോരെ? നീ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അതിനോട് യോജിപ്പില്ലായിരുന്നു. ചെവളയുടെ കയ്യിൽ നിന്ന് അച്ചുവെച്ചിയെ രക്ഷിക്കാനല്ലേ ഞാനത് പറഞ്ഞത്. എന്തായാലും ഇനി SP-യുടെ മുന്നിൽ നിങ്ങളുടെ അച്ഛന് പോകാൻ പറ്റില്ല. പിന്നെ നാളെ അച്ചുവെച്ചിക്ക് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്റെ ദൈവമേ, ചിലപ്പോ മുൻപോട്ടോ പിൻപോട്ടോ ആവില്ലേ. അച്ചുവെച്ചി ഇപ്പൊ ഏതോ ഹോസ്പിറ്റലില്ല, അത് തീർച്ചയാ. ഇങ്ങനൊരു വിധി എനിക്ക് വന്നല്ലോ. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കാനുള്ള സൗകര്യം പോലും കിട്ടിക്കാണില്ല. ആ സ്ത്രീ എപ്പോഴും കൂടെ കാണും. പിന്നെ എങ്ങനെ അവള് രക്ഷപ്പെടുമെന്നാ നിങ്ങൾ ഈ പറയുന്നേ? അച്ചുവെച്ച് അതിനൊരു വഴി കണ്ടെത്തും. ഇവക്ക് ഇപ്പോഴും നല്ല ആത്മവിശ്വാസം. ഇത്രയും കാലം അച്ചുവെച്ച് കാത്തിരുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ? ഒരു വഴി കാണിച്ചു കൊടുക്കാൻ ദൈവം കൂടെ ഉണ്ടാവും. അച്ഛനൊന്ന് വന്നെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചാൽ
അച്ഛൻ അന്വേഷിക്കാനാണോ പോയതെന്ന് ആർക്കറിയാം? പുനലൂരുള്ള ഹോസ്പിറ്റലിൽ പോയാൽ മതിയെന്ന് അച്ചുവേച്ചി നിർബന്ധം പിടിച്ച കാർത്തിയാനിക്ക് സമ്മതിക്കേണ്ടി വരും. അവർക്ക് എങ്ങനെയെങ്കിലും പ്രസവം ഒന്ന് നടന്നു കിട്ടിയാൽ മതി. അച്ചുവേച്ചിയെ പിണക്കണ്ടാന്ന് കരുതി സമ്മതിച്ചുകൂടൊന്നുമില്ല. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അച്ചുവേച്ചി പോകുന്നെങ്കിൽ അവിടെ തന്നെയാവും. നമുക്ക് നാളെ അവിടം വരെ പോയെന്ന് അന്വേഷിച്ചാലോ അമ്മേ? പോയാലെങ്ങനെ? അവിടെ നിന്ന് അച്ചുവേച്ചി മെഡിസിൻ വാങ്ങിയ ബില്ല് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിലെ നമ്പർ അടിച്ചു നോക്കിയാ പേഷ്യന്റ് അവിടെ ഉണ്ടോന്ന് എളുപ്പത്തിൽ കണ്ടെത്താനാവും. പ്രസവം കഴിഞ്ഞാലും ഇല്ലെങ്കിലും അച്ചുവേച്ചി ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം ഉറപ്പാ. ആലോചിക്കാനൊന്നുമില്ല. നാളെ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. എനിക്ക് അവിടെ അടുത്തൊന്ന് എത്തിയാൽ മതി. അച്ചുവേച്ചി അവിടെ തന്നെ കാണും. പക്ഷെ കാർത്തികേയനുടെ പെരുമാറ്റം കണ്ട് നിങ്ങൾ പേടിച്ച് തിരിച്ചു വരരുത്. തിരിച്ചു വരാനോ? അച്ചുവേച്ചി എവിടെ പോകുന്നു അവിടെ ഞാനും അമ്മയും കാണും. അച്ചുവേച്ചി അവിടെ ഉണ്ടെന്നറിഞ്ഞാ ഞാൻ മണിയാശാനെ വിളിക്കും. റോസ്മലയിലുള്ള മുഴുവൻ പേരെയും കൂട്ടി നീ അങ്ങ് വന്നേക്കണം. ഇരിക്കെ. നല്ല പെയിനുണ്ടോ? അത്രക്കില്ല. കാർത്തിയായനോട് അങ്ങനെ പറയണ്ട. വരാന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യം. ചേച്ചിയും വാവ എപ്പോഴാ വരുന്നേ? നിന്റെ കൂടെ വരണമെന്നുണ്ട്. കുട്ടികളെ ഇവിടെ വിട്ടിട്ട് എങ്ങനെ വരാനാ? ചേച്ചി വരണ്ട, കാർത്തി ചേച്ചി ഉണ്ടല്ലോ. ഇടയ്ക്ക് ഞാനൊരു ദിവസം വരാം. നിന്റെ കുഞ്ഞിനെ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. ഞാൻ വരൂ ആശുപത്രിയിൽ. ചേച്ചിയെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തി. നീ എന്ത് ചെയ്തെന്നാ? അയാൾ കയറി വന്നപ്പോ കുറച്ച് വിഷമമുണ്ടായി. അതല്ലാതെ നിന്നെക്കൊണ്ട് എനിക്ക് എന്ത് ഉപദ്രവം ഉണ്ടായത്? നീ രക്ഷപ്പെട്ടു പോണമെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്തെങ്കിലും ഒരിക്കൽ നിന്നെ കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. ഞാനും എന്റെ കുഞ്ഞും ഒന്നിച്ചുണ്ടെങ്കിൽ ഞാൻ വരും ചേച്ചിയും മക്കളെയും കാണാൻ. ഹോസ്പിറ്റലിലെത്തിയ പ്രസവം വരെ ഒന്ന് കാത്തു നിൽക്കരുത്. അപ്പൊ തന്നെ നീ ആ ഡോക്ടറെ വിളിക്കണം. നേഴ്സിനോടോ മറ്റാരോടെങ്കിലോ ചോദിച്ചാൽ ഫോൺ തരും. കാർത്തിയായന് നിന്നെ ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നതെന്ന് ഇപ്പോഴും അറിയില്ല. അറിയാമെങ്കിൽ ഇപ്പം തന്നെ വിളിച്ച് ആ ഡോക്ടറെ വിവരം അറിയിക്കായിരുന്നു. ഞാനവിടെ എത്തട്ടെ ചേച്ചി. എന്റെ എല്ലാ പ്രതീക്ഷയും അതല്ലേ. ഇനി അവരെ കിട്ടാതെ വന്നാ മറ്റൊന്നും ചിന്തിക്കരുത്. നീ നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ വിളിക്കണം. നിനക്ക് അയാളുടെ നമ്പർ അറിയില്ലേ? അറിയാം ചേച്ചി. ഇനി നീ തളർന്നു പോകരുത്. നീ സ്വയം ഒഴിഞ്ഞു മാറിയതല്ലേ. നിന്നെ മാത്രം ഓർത്തല്ല, നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ അയാളെ വിളിക്കണം. തോറ്റുപോയാ അറിയാലോ. അറിയാം ചേച്ചി. പ്രസവം കഴിഞ്ഞ ആ ചെവള വരും. കുഞ്ഞിന്റെ കാര്യത്തിലും കാർത്തിയായനെ എന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട്. നിന്റെ ഏറ്റവും വലിയ ശത്രു അവള് തന്നെയാ. അവളുടെ ചിരി വിഷച്ചിരിയാ. നീ സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ചോളാം ചേച്ചി. മക്കൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ചേച്ചിയും വാവയും വരണേ. ഉണ്ണിക്കുട്ടനെ ഞങ്ങൾക്ക് കാണണം. വരും മോളെ. ദേ വണ്ടി വന്നല്ലോ. മാറ്, എണീക്ക്. പതുക്കെ. ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ചേച്ചി നല്ല നോവുണ്ടോടി? ചെന്നാൽ ഉടനെ ഞങ്ങൾ കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ ഈശ്വര. ചേച്ചി പോട്ടെ മക്കളെ. ചേച്ചി ഇനി എപ്പോഴാ വരുന്നേ? ചേച്ചിയുടെ വാവയും മോക്ക് കാണണ്ടേ? കാണണം. ചേച്ചി വാവയായിട്ട് വരാം. പിള്ളേരോട് കൊഞ്ചിക്കൊണ്ട് നിൽക്കാൻ ചെന്ന് കാറിലോട്ട് കയറി പെണ്ണേ. അർച്ചന ചേച്ചി പോയിട്ട് വാ. ഈശ്വരൻ നിന്റെ കൂടെ ഉണ്ടാവും. അങ്ങോട്ട് ചെന്ന് കയറി പെണ്ണേ. പോങ്ങോട്ടെ.
ഒതുങ്ങിയിരിക്കും. ഇനി എന്ത് വിധിയാണ് ഈശ്വര ആ പാവം പെണ്ണിനെ കാത്തിരിക്കുന്നത്? വേദനയുണ്ടോ മോളെ? ഒന്ന് വേഗം വണ്ടി വിടറ ആംബ്രോസേ. റോഡ് മുഴുവനും കുണ്ടും കുഴിയേച്ചി. നീ ഒന്ന് പെട്ടെന്ന് ചവിട്ടി വിടറ. നമ്മൾ ഏത് ഹോസ്പിറ്റലിലെ ചേച്ചി പോകുന്നു? ഏത് ആശുപത്രിയിലായാലും എന്താ, നിനക്ക് പ്രസവിച്ചാ പോരെ? പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ? എടി പെണ്ണെ, നീ ഒന്ന് മിണ്ടാതിരിക്കും. എങ്ങനെങ്കിലും അങ്ങ് ആശുപത്രിയിൽ എത്തിയാ മതിയായിരുന്നു. സമയം ഒരുപാട് വൈകി. ഉറങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ലേ? എന്നോട് പറയാൻ നിരഞ്ജന മനസ്സിൽ വെച്ചത് എന്താണ്? സുധി ചിന്തിക്കുന്നത് അതാണെന്ന് ഞാൻ ഊഹിച്ചു. എന്തിനാ ഒരു സസ്പെൻസ്? താൻ പറ. നമ്മൾ ഇന്നേ വരെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ലല്ലോ. അതെ, ഈ ഒരു കാര്യം ഒഴിച്ച് ഞാനൊന്നും സുധിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല. അതെന്തായാലും താൻ പറയണം. സുധി സിംഗപ്പൂരിൽ ചെന്നിട്ടേ ഞാനത് പറയത്തുള്ളൂ. എന്തിനാ ഇങ്ങനെ ഒരു നിർബന്ധം? താൻ പറയേ. ഞാനത് ഇവിടെ വെച്ച് പറഞ്ഞ സുധിയുടെ പിന്നീടുള്ള ജീവിതത്തെ അത് ബാധിച്ചെന്ന് വരും. എന്നെ സുധി നിർബന്ധിക്കരുത്. ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. എനിക്കത് അറിഞ്ഞേ തീരൂ. അത് പറഞ്ഞിട്ട് താൻ പോയാ മതി. സുധി പ്ലീസ്. നോ. എന്നെ സംബന്ധിച്ച് എന്ത് തന്നെയായാലും താനത് ഒളിച്ചു വെക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളത്? വഴി പിരിയാൻ തയ്യാറായി നിൽക്കുന്ന തനിക്ക് അതൊരു വിഷയമേ അല്ല. പറയും നിരഞ്ജന. സുധി ഈ വിവരം വീട്ടിലാരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. നിരഞ്ജനയെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. താൻ പറയേ. അത് സുധി. എന്റെ ക്ഷമയെ താൻ പരീക്ഷിക്കരുത്. സുധിക്കൊരു തകരാറും ഇല്ലെന്ന് അച്ഛനും അമ്മയും ഉറച്ചു വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. സുധിയിൽ നിന്ന് അർച്ചന പ്രഗ്നന്റ് ആയെന്ന് അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നു.